കുറേ ദിവസമായിട്ടോ അമ്മ അങ്ങനെ ചെല്ലാൻ പറയുന്നു കേട്ടോ, വീട്ടിലേക്ക് വായോ വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാജേഷ് ചേട്ടന് പണിയും അപ്പോൾ തിരക്കൊക്കെ കാരണം അപ്പോൾ പോവാൻ വരാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഏട്ടന് വർക്കില്ല. അപ്പോൾ ഞാനും രാജേഷേട്ടനും മോളും കൂടി അങ്ങനെ ഇതാ വീട്ടിലേക്ക് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങളിതാ പാലും അതേപോലെ തന്നെ കുട്ടിയൊക്കെയുള്ളത് അനിയത്തിൻ്റെ മോളൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ കുറച്ച് ഇത് മേടിച്ചു കേട്ടോ, ബേക്കറിയൊക്കെ മേടിച്ച് അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കനാലാണ്. ഞങ്ങൾ ചെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കേട്ടോ നല്ല മഴച്ചാറ്റിലേ. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് മഴയായതുകൊണ്ട് കനാലിൻ്റെ മേലേക്ക് അങ്ങനെ നിറച്ച് റോഡിലൊക്കെ നിറച്ച് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. റോഡൊന്ന് ഈ വഴി കുറച്ച് മോശമാണ് കേട്ടോ, ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്തി ചെന്ന ഉടനെ അനിയത്തിയുടെ മോളതാ അങ്ങനെ വഴക്കാളി ഓരോ സാധനങ്ങളും പെറുക്കിയൊക്കെ ഇട്ട് അടുപ്പിൻ്റെ ചോട്ടിലുള്ള വിറകും എല്ലാം കൂടി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അനിയത്തി അപ്പോഴത്തേന് കോറയൊക്കെ അരച്ച് വെച്ച് അവളതാ വെള്ളത്തിൽ കുളിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു കേട്ടോ. അമ്മ വിറകൊക്കെ കയറ്റി വയ്ക്കുമായിരുന്നു. മഴ പെയ്യുന്ന കണ്ടിട്ട് അമ്മ അടുപ്പിൻ്റെ വീട്ടിലേക്കുള്ള വിറകെല്ലാം കയറ്റി വയ്ക്കുമായിരുന്നു കേട്ടോ. ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ട് ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. ഏട്ടൻ ഓട്ടമുണ്ട് പറഞ്ഞിട്ട് ഏട്ടനെ അപ്പം തന്നെ പോകുന്നേ മഴച്ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അനിയത്തി ചായയൊക്കെ വെക്കാൻ റെഡി ആയിട്ട് അവളങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് മക്കൾക്ക് ഞങ്ങൾ കൊണ്ടുപോയ ബേക്കറി പോപ്കോണിൻ്റെയൊക്കെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാളും ഭയങ്കര വഴക്കായിരുന്നു. കുറച്ചാൾക്ക് ഇയാൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് അയാൾക്ക് കൊടുക്കും. അപ്പോൾ ധോനി ബേബി കുറച്ച് സ്ലോവാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ കുഞ്ഞാറ്റ കഴിക്കാൻ പ്രയാസമല്ലേ, അപ്പോൾ മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാവ് പെട്ടെന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് കുഞ്ഞാറ്റയുടെ മേടിച്ച് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് അവിടെ എടുത്തു ഇവളുടെ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വഴക്കായിട്ട് അങ്ങനെ അവരതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡിയായി അനിയത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിക്കാൻ ഞങ്ങൾ എന്തായാലും കടി മേടിച്ചിട്ടുണ്ടായിരുന്നത് ക്രീം കേക്ക് കേട്ടോ. കേക്കല്ല, ക്രീമിൻ്റെ ബന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നീളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ മക്കളതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ അവരുടെ പോപ്കോണൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞാവ കഴിക്കൂട്ടെ, എന്ത് കൊടുത്താലും അവൾ കഴിക്കുകയെ. കുഞ്ഞാറ്റേനെ പോലെയല്ല കേട്ടോ, അവൾ മിടുക്കി കൊട്ടിയാണ്. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ തൊടിക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ ചെടികളോടും നമ്മുടെ വൃക്ഷങ്ങളോടൊക്കെ നമ്മുടെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ പറമ്പിക്കൂടെയൊക്കെ ഒരു നടക്കലൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ നാരങ്ങ പൂത്ത് തളിർത്ത് കായൊക്കെ ആയിട്ട് നിൽക്കുന്നു കേട്ടോ. കുറച്ച് കായ അധികം ഉണ്ട്, കുറച്ച് രാവിലെ അമ്മ പറിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ, പഴുത്ത കായകളൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളിതാ കനാലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുക നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ. തോടിട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടുള്ള തോടാണ്. അപ്പോൾ കനാലിൽ വെള്ളം വിട്ടുകൊണ്ട് തോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നല്ല വെള്ളം ഇറങ്ങുക തോട്ടിൽ. അപ്പോൾ ഞാനും കുഞ്ഞാറ്റയും അതേപോലെ തന്നെ അമ്മയും പിന്നെ കുഞ്ഞാവയും അനിയത്തിയും പിന്നെ തറവാട്ടിലെ മേമയും എല്ലാവരും കൂടിയിട്ട് കേട്ടോ ഞങ്ങളിതാ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വൈകിട്ട് കേട്ടോ. അങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി ചെളി ആയതുകൊണ്ട് മക്കൾ ചെളി കളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുഞ്ഞാവേനെ ഞാനും എടുത്തു, അനിയത്തിയാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞാവേനെ ഞാനും എടുത്തിട്ട് ഞങ്ങളതാ നടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കനാലാണ്. അപ്പോൾ ഇത് വരുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന നമ്മുടെ ഡയറക്റ്റുള്ള കനാൽ കേട്ടോ. അപ്പോൾ ഇത് കനാൽ, പിന്നെ രാജേഷൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളത് നമ്മുടെ അവിടെ ആ ഡാമിൽ നിന്ന് തന്നെയുള്ള പുഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ കളിച്ച് വളർന്നത്, അലക്കിയായിരുന്നതും കുളിച്ചായിരുന്നതും കൂട്ടുകാരൊക്കെ എത്തിട്ട് ഒരുപാട് കളിച്ചുല്ലസിച്ച് നമ്മളെന്താ പറയുക ഈ വെള്ളത്തിൽ നിന്ന് കയറിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ കനാലിൽ ഇങ്ങോട്ട് വെള്ളം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നൊന്നും ഇങ്ങനെ ഈ 2 സൈഡ് പുല്ലും അങ്ങനെ കാടും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നൊക്കെ ജനങ്ങൾക്കൊക്കെ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ തന്നെ ആയിരുന്നു കേട്ടോ ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊക്കെ പറഞ്ഞാൽ എല്ലാവരും വീട്ടിലല്ലേ, അലക്കലായാലും കുളിയായാലും എന്ത് നമ്മൾ ഇതാകുകയാണെങ്കിൽ പുറത്തേക്ക് ഇപ്പം അങ്ങനെ ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ഭാഗത്ത് കൂടെ ആയി. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിമാരും അവരുടെ അനിയത്തിമാരും കളിക്കൂട്ടുകാരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ എല്ലാവരും പോയതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ആ വഴിക്കൊന്നും ഇപ്പോൾ അങ്ങനെ കുളിക്കാനോ അലക്കാനോ ഒന്നും ആരും വരാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ 2 സൈഡ് ഭയങ്കര കാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പാലം വരെ ഞങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി നടന്ന് കുറച്ച് നേരം അങ്ങനെ നടന്നപ്പോൾ ഇടയ്ക്കൊന്ന് മഴയൊക്കെ ചാറി കേട്ടോ. കുഞ്ഞാറ്റേനെ അമ്മമ്മയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ അനിയത്തിയുടെ ഭർത്താവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നാട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം, മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് വിളിച്ച സമയത്ത് ചോദിച്ചു എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിക്കൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ നടക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് തന്നെ ഇളയച്ചനും വന്നു കേട്ടോ. വന്ന വഴിക്കാണ് മക്കളെ 2 ഒക്കത്തും കയറ്റിയിട്ട് ഇതാ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവനും ചായ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ.
അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കനല്ല, ശരിക്കും ചിക്കൻ്റെ പാർട്സ് ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ എല്ലാം റെഡിയാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേന് നമുക്കൊരു പാറ്റ ഇളകിയിട്ട് കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടായി. ഞങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയ സമയത്തിനൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങി കേട്ടോ. എന്നിട്ടാണ് ലേറ്റ് ഇട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ ഞാനിതാ കിച്ചണിൽ ഭയങ്കര ലോലോലം പാടിയിട്ട് ഇതാ സവോളയും അതേപോലെ തക്കാളിയും മസാലയൊക്കെ എല്ലാം റെഡിയാക്കി വഴറ്റിയാണ് കേട്ടോ പാർട്സ് വെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഒന്ന് പാർട്സ് വെക്കാമെന്നൊക്കെ വിചാരിച്ചതല്ല കേട്ടോ, ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ചിക്കൻ മേടിക്കുന്നത്. അപ്പോൾ പാർട്സ് മതിയോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ എപ്പോഴെങ്കിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കാരണം പാറ്റയൊക്കെ ഇളകിയിട്ട് അത് അവരെയൊക്കെ ഒരു പാട്ടിലും ചുട്ടിലൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പാചകത്തിനൊക്കെ ഒരുങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ വേറെ കൂട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ മസാലകളൊക്കെ റെഡിയാക്കി പാർട്സ് അതിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ, ചിക്കൻ്റെ പാർട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എപ്പോഴും നടുവിൽ അടുപ്പിൽ എപ്പോഴും വയ്ക്കാറുണ്ട് കേട്ടോ. തിളച്ച വെള്ളമാകുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് കറികളാണെങ്കിൽ നാളേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേട് വരില്ല. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ കുളിച്ച് റെഡിയായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് പാട്ടൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും രാജേഷ് ഏട്ടൻ വന്നു. അങ്ങനെ കഴിച്ചിട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ ഏട്ടൻ്റെ ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടാണ് വെച്ചത്, കുറുകിയ ചാറോട് കൂടി വെക്കാനാന്നൊക്കെ വിചാരിച്ചു. വേറെ കറിയൊന്നുമില്ലല്ലോ, അപ്പോൾ ഇത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു, ഇങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും വീടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ആ ഒരു ഇത് എവിടെ പോയാലും നമ്മൾ അത് മിസ് ചെയ്യുമല്ലോ, സ്വന്തം വീടും നാടും എന്നൊക്കെ പറയുന്നത്. പിന്നെ അവിടേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമ്മൾ കളിച്ചതും വളർന്നതും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കളിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ ആയാലും വല്ലാത്തൊരു ഫീലായിരിക്കും നമുക്ക്. അത് വേറൊരു വൈബാണ് കേട്ടോ. നമ്മുടെ നാടും വീടും അതേപോലെ കൂട്ടുകാരും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്ത നമ്മുടെ കാലം എന്ന് പറയുന്നത് നമ്മുടെ കാലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അത് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. കാരണം നമുക്ക് ഒരിക്കലും ഇനി അത് തിരിച്ചു കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ ഇത് കേട്ടോ. അതിൽ ഞങ്ങളതാ ചിക്കനൊക്കെ ആയി, ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയോട് കൂടിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചിക്കൻ വെക്കുകയാണ് കേട്ടോ. ചിക്കൻ്റെ പാർട്സ് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. അപ്പം ഇനി ഈ ബേബി കുറച്ച് വാശിയൊക്കെ പിടിച്ചു കേട്ടോ. അതിനിടയ്ക്ക് അവൾ ഇനി എന്താ പറയുക ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ കുഞ്ഞാവ അതിനിടയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കുഞ്ഞാവ ഉറങ്ങി എണീച്ചപ്പോൾ അവൾക്ക് പിന്നെ കൂട്ടായല്ലോ. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. വന്ന സമയത്ത് അവരൊന്ന് വികൃതി അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായി. അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിനേറ്റ് കഴുകിയെടുക്കുകയാണേ. പിന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വേലിച്ചീരയുടെ, അതെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് റെഡിയാക്കി പപ്പടം കാച്ചി. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയണത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. വേലിച്ചീര ഉപ്പേരി വെച്ചു, അതേപോലെ തന്നെ പപ്പടം കാച്ചി, പിന്നെ നമ്മുടെ പാർട്സ് കേട്ടോ, ഗ്രേവി അതേപോലെ എല്ലാം ആയി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയാവും കേട്ടോ. രാജേഷ് ഏട്ടനും അതേപോലെ രാജേഷും, ഇളയച്ചൻ്റെ പേര് രാജേഷ് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം മേശയുടെ മേലെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇവിടെ ഇരിക്കുക പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അത് അവിടെ കട്ടിൻ്റെ മേലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അതിലാരും കിടക്കാറൊന്നുമില്ല. ഞങ്ങളൊക്കെ വരുമ്പോഴേ ആരെങ്കിലും കിടന്നെങ്കിൽ കിടക്കും, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞങ്ങളങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോരുകയാണ് കേട്ടോ. രാജേഷേട്ടന് മോള് മുമ്പിൽ നടക്കണു കേട്ടോ, ഇറങ്ങി പോന്നുവേ. അപ്പം ഞാൻ കുഞ്ഞാവേനോട് കുറച്ച് നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവളോട് കൊഞ്ചിച്ചിട്ട് ഞാനും പോന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ സമയം 10:45 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാറ്റേനെയും കൂടി കൂട്ടി, കുഞ്ഞാറ്റയ്ക്ക് ഉറക്കം വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടും വീടും, നമ്മുടെ അമ്മ, അതേപോലെ നമ്മുടെ ഇളയച്ചനെ, അനിയത്തി, ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അവൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടാനും